ഡോക്ടർ എം വി നടേശന് കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. ശ്രീ നടേശൻ, എന്താണ് സനാതനധർമ്മം? കാരണം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് കൂടി അത് മനസ്സിലാക്കാൻ പാകത്തിൽ താങ്കൾ വളരെ ലളിതമായിട്ട് ഒന്ന് അവതരിപ്പിക്കുകയാണ് നന്നായിരിക്കും. എന്താണ് സനാതനധർമ്മം? ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ സനാതന ധർമ്മവും തമ്മിലുള്ള ബന്ധം എന്താണ്? നേരത്തെ ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ച പോലെ എപ്പോഴെങ്കിലും സനാതനധർമ്മത്തിന് വിരുദ്ധമായി ശ്രീനാരായണ ഗുരുദേവൻ പ്രവർത്തിച്ചിട്ടുണ്ടോ? നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം ഈ ശിവഗിരി തീർത്ഥാടനം നടക്കുന്ന ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഗുരുദേവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞത്. അതല്ല എങ്കിൽ സാധാരണ ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാന നായകനാണ്, സമൂഹ പരിഷ്കർത്താവാണെന്ന ഒരു വരിയിൽ ഒതുങ്ങുമായി. എന്നാൽ നമ്മുടെ ഇന്നത്തെ ചർച്ച സനാതനധർമ്മത്തെ കുറിച്ചാണ്. ഗുരുദേവന്റെ 64 കൃതികളുണ്ട്. അതിലേറ്റവും ചെറിയ കൃതി എന്നാൽ ഏറ്റവും കാമ്പുള്ള കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മം എന്ന് പറയുന്നൊരു കൃതി. 4 വരികളേ ഉള്ളൂ അതിന്. അതിങ്ങനെയാണ് പറയുന്നത്: ധർമ്മമേവ പരം ദൈവം, ധർമ്മമേവ മഹാധനം, ധർമ്മ സർവത്ര വിജയി ഭവതു ശ്രേയസേ നൃണാം. ധർമ്മമാണ് ഏറ്റവും പരമമായ ദൈവം. ധർമ്മമാണ് ജീവിതത്തിൽ നാം നേടേണ്ട മഹത്തായ ധനം. ആ ധർമ്മം മാത്രമേ എല്ലാ സ്ഥലത്തും വിജയിക്കൂ. ജീവിതത്തിൽ നാം നേടേണ്ട എല്ലാത്തിനും ആധാരം ധർമ്മമാണ് എന്ന് പറഞ്ഞാൽ, അത് മുൻ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആർ വി ബാബു പറഞ്ഞതുപോലെ ധർമ്മത്തിനെ മാറ്റി നിർത്തി ഗുരുദേവനെ നമുക്ക് ചർച്ച ചെയ്യാൻ സാധ്യമല്ല. അദ്ദേഹം വീണ്ടും പറയുന്നു, ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നു സർവത, അധർമ്മവും ജയിക്കുന്നില്ല, അസത്യവും ഒരിക്കലും. ക്ലിയർ ആണത്. ഈ ധർമ്മം മാത്രമേ ജയിക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ധ്യേയവാക്യം അതാണ്, സത്യമേവ ജയതേ എന്നും സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ള യഥോ ധർമ്മസ്തതോ ജയ എന്നുള്ളത് വാക്യങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു മഹാത്മാവ് സനാതനധർമ്മത്തിന്റെ വക്താവല്ല, അല്ലെങ്കിൽ സനാതനധർമ്മത്തെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെയാണ്. കേവലം ശ്രീനാരായണ ഭക്തന്മാരെ മാത്രമല്ല, ഒരു രാജ്യത്തെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. പിന്നെ സനാതനം ധർമ്മം എന്ന് പറഞ്ഞാൽ നിത്യമായ സത്യത്തിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ആ നിത്യസത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അംശങ്ങളാണ് അഹിംസ പരമോധർമ്മ എന്ന് പറയാറുണ്ട്. ഈ അഹിംസയെ കുറിച്ചാണ് ഗുരുദേവൻ സംസാരിച്ചിട്ടുള്ളത്. ഗുരുവിന്റെ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ അനുകമ്പാ ദശകമുണ്ട്. ആ അനുകമ്പാ ദശകം ധർമ്മത്തിന്റെ വ്യാഖ്യാനമാണ്. അതിൽ ഗുരു പറയുന്നു, ഓരോ ആചാര്യന്മാര് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീബുദ്ധനും ശ്രീ ശങ്കരാചാര്യരും ശ്രീരാമനും ശ്രീകൃഷ്ണനും നബി തിരുമേനിയും തുടങ്ങി ഒട്ടേറെ മഹാന്മാരെ കുറിച്ച് പറയുകയാണ്. ഇവരെല്ലാം ധർമ്മമൂർത്തികളാണ്. മനുഷ്യരൂപം എടുത്ത ധർമ്മങ്ങൾ ധർമ്മമാണെന്നാണ് പറയുന്നത്. അപ്പോ ഒരാള് ധർമ്മത്തെ, അതല്ല എങ്കിൽ സനാതനധർമ്മത്തെ ആക്ഷേപിച്ചാൽ ഇവിടുത്തെ മഹാപുരുഷന്മാരെ മൊത്തം ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. പിന്നെ നേരത്തെ അദ്ദേഹം ഗോബ്രാഹ്മണേഭ്യോ എന്ന് പറഞ്ഞു തുടങ്ങിയ ശ്ലോകം പറഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു പദത്തിന്റെ അർത്ഥം പറയണമെങ്കിൽ നിരുക്തം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട് നമുക്ക്. ഗോ എന്ന പദത്തിന് ഭൂമി, അതുപോലെ തന്നെ ജീവജാലങ്ങൾ, അറിവ്, വേദം തുടങ്ങിയതായ വിവിധ അർത്ഥങ്ങളുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തിന് സുഖമുണ്ടാവട്ടെ. 2 ബ്രാഹ്മണ എന്ന വാക്കമാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മജ്ഞാനിയാണ് ഇപ്പൊ ബ്രാഹ്മണൻ. ശ്രീനാരായണ ഗുരുദേവൻ ബ്രാഹ്മണൻ തന്നെ, ബ്രഹ്മജ്ഞാനി തന്നെ. ബ്രഹ്മവിദ്യയുടെ പുനഃസ്ഥാപനത്തിനും
വേണ്ടിയിട്ടാണ് ആ തിരുവവതാരം വന്നിട്ടുള്ളത്. ആ കാര്യമാണ് നടരാജഗുരു, അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ശിഷ്യനായിട്ടുള്ള നടരാജഗുരു പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മവിദ്യയുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഉടൽ പൂണ്ട ഒരു മഹാത്മാവാണ് ഗുരുദേവൻ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഗുരുദേവന്റെ ഓരോ പ്രവൃത്തിയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തത് ആത്മാനം സൃജാമ്യഹമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ. ധർമ്മ സംരക്ഷണത്തിന് ഉടൽ പൂണ്ട മഹാത്മാവാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഗുരുവിന്റെ ഏത് പ്രവർത്തനവും നോക്കൂ, അരുവിപ്പുറം മുതൽ നടത്തിയിരിക്കുന്ന പ്രതിഷ്ഠകളെല്ലാം അത് ധാർമ്മികമാണ്. തീർത്ഥയാത്ര, ഇപ്പൊ കുംഭമേള വരാൻ പോവുകയാണ്. തീർത്ഥയാത്ര എന്ന് പറയുന്നത് ഭാരതത്തിലെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ധാർമ്മികമായ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതുപോലെ തന്നെയാണ് സ്തോത്രകൃതികൾ എഴുതിയിട്ടുണ്ട്. സുബ്രഹ്മണ്യനും ശിവനും ദേവിയും വിഷ്ണുവും ഗണപതി എല്ലാം ഉണ്ട്. അതെല്ലാം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വാക്ക് പോലും ധർമ്മവിരുദ്ധമായി, സനാതന ധർമ്മത്തിന് എതിരായി ഗുരു എഴുതിയിട്ടില്ല. തമിഴിലും മലയാളത്തിലും സംസ്കൃതത്തിലും എഴുതിയിട്ടുള്ള എല്ലാ കൃതികളും അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്നത് ഈ ധർമ്മമാണ്. ഈ ധർമ്മം നശിച്ചാൽ രാജ്യം നശിച്ചപ്പോ, അതുകൊണ്ട് ധർമ്മത്തിനെയാണ് നാം രക്ഷിക്കേണ്ടത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞതാണ്, ധർമ്മത്തിനെ മാറ്റി നിർത്തി ഒന്നുമില്ല നമുക്ക്. ഈ ധർമ്മത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുവിന്റെ കൃതികളെ പഠിക്കുന്നത്. ഗുരുദേവ ഭക്തന്മാർ ഈ ധർമ്മമാണ് പ്രചരിപ്പിക്കുന്നത്. ശ്രീനാരായണ ധർമ്മം, അങ്ങനെയാണല്ലോ, ശ്രീനാരായണ ധർമ്മം എന്നാണ്. അതെ, ഈ ധർമ്മമാണ് യഥാർത്ഥത്തിൽ സർവമത സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പലമത സാരവും ഏകം എന്ന് പറഞ്ഞത് അതാണ്. അത് ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണത്. ആ ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞാൽ ഭാരതീയ ആധ്യാത്മികതയുടെ ആറ്റിക്കുറുക്കിയ എന്താ പറയാ കൃതിയാണത്. ഇതുപോലെ തന്നെ ഏവർക്കും അറിയാവുന്നതാണല്ലോ ദൈവദശകം. ആ ദൈവദശകം ഇതുപോലെ തന്നെ ഉപനിഷത്തിന്റെ സാരമാകുന്നു, സനാതനധർമ്മത്തിന്റെ മർമ്മമാകുന്നു. ഇതാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല. കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ നിരീശ്വരവാദികളും ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തിരുവള്ളുവർ എന്ന് പറയുന്ന ഒരു മഹാത്മാവുണ്ട്. ഈ തിരുവള്ളുവരുടെ തിരുക്കുറൾ എന്ന കൃതി 1330 കുറളുകളുണ്ട്. അത് പ്രാദേശിക ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ്. എന്നാൽ അവിടുത്തെ ദ്രാവിഡവാദികൾ പറയുന്നത് ഇതേ ഭാഷയിലാണ്. ഇത് ധർമ്മമല്ല, ഇത് ഈശ്വരീയമല്ല, ഈശ്വരൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ആദ്യം തുടങ്ങുന്നത് തന്നെ ഈശ്വര സ്തുതി, കടവുൾ വാഴ്ത്തെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോ അവിടുത്തെ ദ്രാവിഡവാദികൾ പറയുന്ന നിരീശ്വരവാദവും രാജ്യവിരുദ്ധതയും സെയിം കാര്യം ഇവിടെ നിർവഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആർക്കും എല്ലാവർക്കും അറിയാം. അതിനെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വൈക്കം വീരൻ എന്ന് പറയുന്നത് ഈ പെരിയാർ രാമസ്വാമി നായ്ക്കറാണ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് ആരും പറയുന്നില്ല. അദ്ദേഹം ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു. അത് നടപ്പിലാക്കിയത് കെ കേളപ്പനും കെ പി കേശവമേനോനും അതുപോലെ ടി കെ മാധവനെ പോലുള്ള മഹാത്മാക്കളാണ്. അതിനെ എല്ലാ തരത്തിലും അനുഗ്രഹിച്ച ശ്രീനാരായണ ഗുരുദേവനാണ്. ഇവരെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ഈ പെരിയാറിലേക്ക് ചരിത്രത്തെ ഒതുക്കുന്നത് കൃത്യമായ അജണ്ടയാണ്. അത് പഞ്ചാബിൽ തെളിയിച്ച ഒരു അജണ്ടയാണ്. അത് ജമ്മു കാശ്മീരിൽ തെളിയിച്ച അജണ്ടയാണ്. അത് വടക്ക് കിഴക്കൻ മേഖലയിൽ തെളിയിച്ച ഒരു അജണ്ടയാണ്. ഈ അജണ്ട കേരളത്തിൽ വിലപ്പോവാത്തതിന് ഒരു കാര്യം ഇന്നും ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആത്മ തേജസ് ഇന്നും നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സനാതന ധർമ്മമാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ എല്ലാവരും, അത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എല്ലാ പാർട്ടിക്കാരും ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യത്തിൽ യാതൊരു സംശയത്തിനും ഇടവരരുത്.
എന്ന് മാത്രമാണ് ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.